അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. N4 നീഡിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്രോഷയാണ് കേട്ടോ. അപ്പോൾ ക്രോഷ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് തുടക്കക്കാർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആദ്യം മുതലേ ഓരോ ദിവസവും നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം യാണൊന്ന് പരിചയപ്പെടാം. അത്യാവശ്യം നമുക്ക് ക്രോഷ പഠിക്കാൻ വേണ്ടത് ഒരു ത്രെഡ്, അതായത് ക്രോഷ ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡിന് നമ്മൾ പറയുന്ന പേരാണ് യാൺ. അപ്പോൾ ഹുക്ക് 4 mm അല്ലെങ്കിൽ 3.5 mm 3 mm ഇതിലേതെങ്കിലും ഒരു ഹുക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ, ഇത് അത്യാവശ്യമില്ല, ഇതിന് പകരം സേഫ്റ്റി പിന്നാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഒരു കത്രിക ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ തുടക്കക്കാർക്ക് പഠിക്കാനായിട്ട് നമ്മുടെ കടയിലൊക്കെ കിട്ടണ 10 രൂപയുടെ യാണാണെങ്കിലും മതിയാവും കേട്ടോ. കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അക്രിലിക്കിൻ്റെ യാൺ വെച്ച് പഠിക്കലാണ് ഒന്നും കൂടെ നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ചെയ്ത് പഠിക്കാൻ. അപ്പോൾ യാൺ മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ത്രെഡാണ് കേട്ടോ ഇത്രയും. നമ്മളിത് പുറമേ ഇങ്ങനെ അഴിച്ചെടുക്കുന്നതിലും നല്ലത് ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. ഈ ഹോളിലൂടെ കൈയിട്ടാൽ നമുക്ക് കുറച്ച് യാൺ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അഴിഞ്ഞു പോകാണ്ട് ഈ യാൺ തീരുന്നത് വരേക്കും കുരുക്കൊന്നും കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം കാണിക്കുന്നത് സ്ലിപ്പ് നോട്ടാണ് കേട്ടോ. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കണ ഒരു സ്റ്റിച്ചാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചും കൂടെയാണ്. അതിൻ്റെ കൂടെ ക്രോഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിച്ചുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലെ യാൺ എടുത്തു. യാണിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, അറ്റഭാഗം, അത് കൈൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇൻഡു പോലെ ഇതൊന്ന് കുറച്ച് ഇൻഡു പോലെ ചുറ്റാൻ പറയുമ്പോൾ ഇതങ്ങനെ ചുറ്റി കൊടുത്താൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഇതേപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ ഒരു ചരിവ് പോലെ തന്നെ വരണം കേട്ടോ. ഇനി ഈ വിരലിലൂടെ പോയേക്കണ താഴ്ഭാഗത്തൂടെ കേട്ടോ, അടിഭാഗത്തൂടെ പോയേക്കണ യാണിൻ്റെ അടിയിലൂടെ ഹുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ പിടിച്ചു കൊടുത്തേക്കുന്ന യാണിനെ എന്ത് ചെയ്യുക, ഒന്ന് ഹുക്ക് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇതേപോലെ ഹുക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം പുറമേക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വിരലിൽ നിന്ന് ചുറ്റിയേക്കണ ആ ത്രെഡ് ഉണ്ടല്ലോ അതിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക. മെല്ലെ വേണം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കുണ്ടല്ലോ അതിനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്ലിപ്പ് നോട്ട് ആയോ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം. കണ്ടോ, ഊരിപ്പോണതുണ്ടോ? ഇതാണ് സ്ലിപ്പ് നോട്ട് കേട്ടോ. നമുക്കൊന്നുകൂടെ നോക്കാം എങ്ങനെയാണ് ചെയ്യണേന്ന്. ഇൻഡു പോലെ കയ്യിലിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റണ സമയത്ത് നമ്മൾ നോക്കുക, കറക്റ്റ് ഒന്ന് ചരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഇനി ഹുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തേക്കണം യാണിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പുറമേക്കൊന്ന് വലിച്ചു പിടിക്കുക. ത്രെഡിനെ നമ്മുടെ വിരലിൽ നിന്ന് പതിയെ റിമൂവ് ആക്കുക. അതിനോടൊപ്പം തന്നെ ഹുക്കിനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അവിടെ ത്രെഡ് ടൈറ്റായി. ഓക്കെ, ഇതാണ് കേട്ടോ സ്ലിപ്പ് നോട്ട്.